ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷ് PYQs ആണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. ഐ ഹാവ് ഡാഷ് പെൻസ് ദാൻ യു. ഇതൊരു കമ്പാരിസൺ ആണ് അല്ലേ? സോ ഓപ്ഷൻ എ മെനി, ഓപ്ഷൻ ബി ലെസ്, ഓപ്ഷൻ സി ഫ്യൂവർ, ഓപ്ഷൻ ഡി മച്ച്. അപ്പോൾ ആൻസർ വരുന്നത് ഐ ഹാവ് ഫ്യൂവർ പെൻസ് ദാൻ യു. ഐ ഹാവ് ഫ്യൂവർ പെൻസ് ദാൻ യു. കമ്പാരിസൺ ആയതുകൊണ്ടാണ് ഓപ്ഷൻ സി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ടൈഗർ ഈസ് വൺ ഓഫ് ദി ഡാഷ് ആനിമൽ. ദി ടൈഗർ ഈസ് വൺ ഓഫ് ദി ഡാഷ് ആനിമൽ. ഓപ്ഷൻ എ സ്ട്രോങ്ങസ്റ്റ്, ഓപ്ഷൻ ബി സ്ട്രോങ്ങർ, ഓപ്ഷൻ സി ലാർജ്, ഓപ്ഷൻ ഡി സ്ട്രോങ്. ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. വൺ ഓഫ് ദ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ സ്ട്രോങ്ങസ്റ്റ്, വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആനിമൽ. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്തർ സീന നോർ റീന ഡാഷ് വെൽ. നെയ്തർ സീന നോർ റീന ഡാഷ് വെൽ. ഓപ്ഷൻ എ സ്വിം, ഓപ്ഷൻ ബി സ്വിംസ്, ഓപ്ഷൻ സി ഈസ് സ്വിമ്മിങ്, ഓപ്ഷൻ ഡി ആർ സ്വിമ്മിങ്. ഇവിടെ നെയ്തർ നോർ വന്നതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി സ്വിംസ്. ഒരു സിംഗുലർ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ആണ് വരേണ്ടത്. ഓപ്ഷൻ ബി സ്വിംസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സക്സസ് ഓഫൺ ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു ഡാഷ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. ഓപ്ഷൻ എ അഡോപ്റ്റ്, ഓപ്ഷൻ ബി അഡിക്വേറ്റ്, ഓപ്ഷൻ സി അഡപ്റ്റ്, ഓപ്ഷൻ ഡി അഡാപ്റ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി അഡാപ്റ്റ് എന്ന് വെച്ചാൽ തന്നെ ചേഞ്ചിങ് ടു സർക്കംസ്റ്റാൻസസ്, സർക്കംസ്റ്റാൻസസിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനെ ആണ് അഡാപ്റ്റ് എന്ന് പറയാം. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അഡാപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റീപ്ലേസ് ദി വേർഡ് ഇൻ ബോൾഡ് ലെറ്റേഴ്സ് വിത്ത് ദി റൈറ്റ് ഫ്രേസ് ചൂസൺ ഫ്രം ദോസ് ഗിവൺ ബിലോ. ഐ കനോട്ട് ടോളറേറ്റ് ഹിസ് ബിഹേവിയർ. ഇവിടെ ടോളറേറ്റ് എന്നുള്ള വേർഡിന് അനുയോജ്യമായിട്ടുള്ള ഫ്രേസൽ വേർബാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ പുട്ട് ഓൺ, ഓപ്ഷൻ ബി പുട്ട് അപ്പ്, ഓപ്ഷൻ സി പുട്ട് അപ്പ് വിത്ത്, ഓപ്ഷൻ ഡി പുട്ട് ഓഫ്. ഇവിടെ ടോളറേറ്റ് എന്നുള്ളതിന് സമാനമായത് ഓപ്ഷൻ സി പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ് തന്നെയാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ദി മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഇവിടെ ദി മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് അത് സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്? ഓപ്ഷൻ സി ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ് ഇൻ ദിസ് സെൻറ്റൻസ് ആൻഡ് ഈസ്. ഈ ഒരു വേർഡ് രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ്, ഇതിൽ ആൻഡ് എന്നുള്ള സെൻറ്റൻസ് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൺജങ്ഷൻ, ഓപ്ഷൻ ബി ഇൻ്റർജെക്ഷൻ, ഓപ്ഷൻ സി പ്രോനൗൺ, ഓപ്ഷൻ ഡി അഡ്ജക്റ്റീവ്. ഇതിൽ ആൻഡ് വരുന്നത് കൺജങ്ഷൻ വിഭാഗത്തിലാണ്, കൺജങ്ഷൻ വിഭാഗത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദി പാസീവ് വോയിസ് ഓഫ് പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദി വേൾഡ് ഈസ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദി വേൾഡ് എന്നുള്ളതിന് സമാനമായിട്ടുള്ള പാസീവ് വോയിസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം ഇംഗ്ലീഷാണ് ആദ്യം വരിക അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ആൾ ഓവർ ദി വേൾഡ് എന്നാണ് ആൻസർ വരിക. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ആൾ ഓവർ ദി വേൾഡ് എന്നുള്ളത് ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ആൾ ഓവർ ദി വേൾഡ് എന്നായി മാറും. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ഹീ സെഡ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് ഈസ്. ഹീ സെഡ് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. ഓപ്ഷൻ ഡി നോക്കൂ. ഐ എന്നുള്ളത് ഹീ ആയി മാറും, ഹാവ് ഹാഡായി മാറും. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ഡൺ ഹിസ് ഹോംവർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി സിംഗുലർ ഫോം ഫ്രം ദി ഗിവൺ വേർഡ്സ്. ഈ ഒരു തന്ന 4 വേർഡ്സിൽ സിംഗുലർ ഫോം ഏതാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ സ്റ്റേഡിയ, ഓപ്ഷൻ ബി ഡാറ്റ, ഓപ്ഷൻ സി ക്രൈറ്റീരിയ, ഓപ്ഷൻ സി റേഡിയസ്. ഇതിൽ സിംഗുലർ ഫോം വരുന്നത് ഓപ്ഷൻ ബി ഡാറ്റ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ വൺ വേർഡ് ഫോർ ദി കസ്റ്റം ഓഫ് ഹാവിങ് ഓൺലി വൺ വൈഫ്. ഒറ്റ വൈഫ് ഉണ്ടായിരിക്കുന്ന കസ്റ്റത്തിന് പറയുന്ന പേര്. ഓപ്ഷൻ എ പോളിഗമി, ഓപ്ഷൻ ബി മോണോഗമി, ഓപ്ഷൻ സി ബൈഗമി, ഓപ്ഷൻ ഡി ബാച്ചിലർ.
മോണോ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാണല്ലോ. അപ്പോൾ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് എത്താം. ഓപ്ഷൻ ബി മോണോഗമി. അടുത്ത ക്വസ്റ്റ്യൻ, ദി വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദി വേർഡ് എൻഡവർ ഈസ്. എൻഡവർ എന്നുള്ള വേർഡിന് സിമിലർ ആയിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അറ്റംപ്റ്റ്, ഓപ്ഷൻ ബി ഡിബേറ്റ്, ഓപ്ഷൻ സി എക്സ്പാൻഡ്, ഓപ്ഷൻ ഡി ഡിസ്ക്ലോസ്. ഇതിൽ എൻഡവറിന് സമാനമായിട്ടുള്ള വേർഡാണ് അറ്റംപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദി വേർഡ് അമാച്വർ. അമാച്വർ എന്നുള്ള വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് വേണ്ടത്. ഓപ്ഷൻ എ ആർട്ടിഫിഷ്യൽ, ഓപ്ഷൻ ബി റഫ്, ഓപ്ഷൻ സി പ്രൊഫഷണൽ, ഓപ്ഷൻ ഡി സെൽഫിഷ്. അമാച്വറിന് ഓപ്പോസിറ്റാണ് പ്രൊഫഷണൽ. ഓപ്ഷൻ സി പ്രൊഫഷണൽ. അപ്പോൾ പ്രൊഫഷണലായിട്ടല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അമാച്വർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ എ റെക്കമെൻഡ്, ഓപ്ഷൻ ബി റെക്കമെൻഡ്, ഓപ്ഷൻ സി വെക്കേഷൻ, ഓപ്ഷൻ ഡി സൈക്കോളജി. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി റെക്കമെൻഡ് ആണ്. അതിൽ 2 സി വരുന്നുണ്ട്. റെക്കമെൻഡിന് RECOMMEND എന്നുള്ളതാണ് റെക്കമെൻഡ്. ഇതിൽ 2 സി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഫോളോയിങ് സെൻറ്റൻസ് ദർ ഈസ് എൻ എറർ. ഐഡൻറ്റിഫൈ ദി പാർട്ട് മാർക്ക്ഡ് A, B, C or D. Where there is the error, mark that part as your answer. അപ്പോൾ ഓപ്ഷൻ എ വരുന്നത് വുഡ് യു മൈൻഡ് ടു ടെൽ മീ. അടുത്തത് വരുന്നത് വാട്ട് യു വർ ഡൂയിങ്. അടുത്തത് ആഫ്റ്റർ യു കംപ്ലീറ്റഡ്. ലാസ്റ്റ് വൺ യുവർ സ്റ്റഡീസ്. ഇങ്ങനെ 4 പാർട്ടായിട്ട് ഒരു സെൻറ്റൻസിനെ കൊടുത്തിട്ടുണ്ട്. ഇതിലേത് ഭാഗമാണ് തെറ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുക, ഓപ്ഷൻ എ തന്നെയാണ് തെറ്റായിട്ട് വരുന്നത്. വുഡ് യു മൈൻഡ് ടു ടെൽ മീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന് വന്ന് കഴിഞ്ഞാൽ വെർബിൻ്റെ ING ഫോമാണ് വരേണ്ടത്. വുഡ് യു മൈൻഡ് ടെല്ലിങ് എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ടു ടെൽ മീ എന്ന് വന്നതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ എ ആണ് തെറ്റായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് പേഴ്സൺ ഹൂ ഡൈഡ് യെസ്റ്റർഡേ വാസ് എ ഹാർട്ട് പേഷ്യൻറ്റ്. അപ്പോൾ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി സം, ഓപ്ഷൻ ഡി ദ. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരിക ദ പേഴ്സൺ ഹൂ ഡൈഡ് യെസ്റ്റർഡേ വാസ് എ ഹാർട്ട് പേഷ്യൻറ്റ്. അപ്പോൾ ഇന്നലെ മരിച്ച ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ദ എന്നുള്ളതാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ സാങ് വെൽ ഡാഷ്. ഇവിടെ ടാഗ് ക്വസ്റ്റ്യൻ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും കട്ട് ചെയ്ത് പോവും അല്ലേ. ഷീ സാങ് വെൽ. അപ്പോൾ സാങ് എന്നുള്ളത് ഡിഡ് ഫോമാണ്, സെക്കൻഡ് ഫോമാണ്. സോ നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് എത്താം, ഡിഡിൻ്റെ ഷീ. അടുത്ത ക്വസ്റ്റ്യൻ, ദി സ്കൂൾ ഈസ് നൗ അസംബിൾഡ് ഡാഷ് ദി മോർണിംഗ് പ്രെയർ. ദ സ്കൂൾ ഈസ് നൗ അസംബിൾഡ് ഡാഷ് ദി മോർണിംഗ് പ്രെയർ. നമ്മൾ പ്രിപ്പോസിഷനാണ് ആഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ഫോർ, ഓപ്ഷൻ ബി ടു, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ഇൻ. അസംബിൾഡ് ഫോർ എന്നുള്ളതാണ് ആൻസർ. അസംബിൾഡ് ഫോർ ദി മോർണിംഗ് പ്രെയർ. അടുത്ത ക്വസ്റ്റ്യൻ, വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ്. വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ്. ഓപ്ഷൻ എ വിൽ ബി റെയിനിങ്, ഓപ്ഷൻ ബി വാസ് റെയിനിങ്, ഓപ്ഷൻ സി ഈസ് റെയിനിങ്, ഓപ്ഷൻ ഡി ഹാഡ് ബീൻ റെയിനിങ്. അപ്പോൾ ഇവിടെ ഗോ ഔട്ട് നൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഈസ് റെയിനിങ് ആണ് ആൻസർ. വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഈസ് റെയിനിങ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഓഫൺ ഡാഷ് ടു ചേർച്ച്. ഷീ ഓഫൺ ഡാഷ് ടു ചേർച്ച്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഗോസ്. ഷീ ഓഫൺ ഗോസ് ടു ചേർച്ച്. അടുത്ത ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി മറ്റൊരു വീഡിയോയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം.